Hi dears, welcome back to Eagan Learning. So, നമ്മുടെ ആഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ എത്താനായി ഒരുപാട് കുട്ടികൾ ഈ ഓണപരീക്ഷയെ കുറിച്ച് ഒരുപാട് സാർ എനിക്ക് പേടിയാവുന്നു, ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമോ, ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സോ അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡോണ്ട് ലൂസ് യുവർ ഫോക്കസ് എന്ന് പറയുന്നത്. അല്ലേ, നമ്മളൊരു കാര്യം ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കണം. ഇപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഈ വിഷയത്തിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഫുൾ A+ കിട്ടണം എന്നുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി കഠിനമായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഓക്കെ, പല കുട്ടികളും നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോക്കസ് ലൂസായി പോവുക, അവർ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുക. അതൊക്കെയാണ് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണം. ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലർക്കും പല സമയമായിരിക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അല്ലേ, ഇപ്പം ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ രാവിലെ 4:30 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. എനിക്ക് രാവിലെ ആയിരുന്നു നന്നായിട്ട് പഠിക്കാൻ പറ്റുക. പക്ഷെ പല കുട്ടികൾക്കും അത് രാത്രിയായിരിക്കും, ചില കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അതൊക്കെ ഓരോ കുട്ടിക്കും ഓരോ സമയമായിരിക്കും. സോ നിങ്ങൾ ഈ സമയം നന്നായിട്ട് കണ്ടെത്തി ആ സമയം നന്നായിട്ട് പഠിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലേ, നിങ്ങളുടെ ഏറ്റവും നല്ല സമയം, നിങ്ങൾക്ക് വീക്കായി തോന്നുന്ന സമയം ഒരു കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. സോ ഈ വീക്ക് ടൈമിൽ നിങ്ങൾ ഉറങ്ങാനോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് പോകണം. ഓക്കെ, മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പലരും ഞാനിത് ഇന്ന് ചെയ്യണോ, എനിക്കിത് നാളെ തൊട്ട് തുടങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാനിത് തുടങ്ങിയാൽ പോരെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അത് പാടില്ല. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വില്ലനാണ്. നമ്മളൊന്നും മാറ്റി വെക്കാൻ പാടില്ല. അതത് ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അന്നന്ന് തന്നെ നമ്മൾ തീർക്കണം. ഒന്നും അടുത്ത ദിവസത്തേക്ക് നീട്ടി വെക്കാൻ പാടില്ല. ഓക്കെ, മൂന്നാമതായിട്ട് നിങ്ങൾ ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ടിപ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിക്കി നോട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും ടഫായി തോന്നുന്ന ഭാഗങ്ങളൊക്കെ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചുമരിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. ഈ സ്റ്റിക്കി നോട്ടും ഷോർട്ട് നോട്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ടോപ്പിക്കിനെ സമ്മറി ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയുകയാണ്, റിവൈസ് ആൻഡ് അഗെയിൻ റിവൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷയുടെ തലേന്നിൻ്റെ തലേന്നും ഒക്കെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അല്ലേ, പുതിയ കാര്യം നിങ്ങൾ പരീക്ഷയുടെ തലേന്ന് പഠിക്കാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോകും. നിങ്ങളെല്ലാം കൂടെ പാനിക് ആവാനുള്ള ചാൻസും ഉണ്ട്. സോ എക്സാമിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാൻ പാടില്ല. ഓൾറെഡി പഠിച്ച കാര്യങ്ങളെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവൈസ് ഉദ്ദേശിക്കുന്നത് കാണാപ്പാഠം പഠിക്കണം എന്നല്ല, അതിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് നന്നായിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാത്സിലാണെങ്കിൽ ചില കുട്ടികൾ തിയറി നന്നായിട്ട് അറിയും, ചിലപ്പോൾ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ അത് മാത്സ് ചെയ്ത് നോക്കുമ്പോൾ പലർക്കും തെറ്റാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് തന്നെ പഠിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഏകൻ്റെ ഫുൾ ഫാക്കൽറ്റി മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടുന്നുള്ള കോൺഫിഡൻസ് മാഷിനും ഉണ്ട്. സോ എല്ലാവരെയും നമുക്ക് ഏകനിൽ വെച്ച് കാണാം. ബൈ.